+2 മാത്തമാറ്റിക്സ് എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിലനിൽക്കുന്ന വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ ബൈ പാർട്സ്. രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇങ്ങനെയുള്ള രണ്ട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിച്ചിരുന്നു. ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് അത്തരം ഇൻ്റഗ്രൽസുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ആ ഫോർമാറ്റ് എന്ന് പറയുന്ന കാര്യം പഠിക്കുക. പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. ആ റൂൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്കിതിൽ പഠിക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻസുകളാണ്. അവയുടെ പ്രോഡക്റ്റ് ആണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇത് നമ്മളിങ്ങനെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ജി ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഈ ഒരു ഫോർമാറ്റാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത്. പിന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ ഐ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗരിതമിക് ഫംഗ്ഷൻ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾജിബ്ര, അതായത് എക്സ് സ്ക്വയർ 2x+3 എന്നീ പറഞ്ഞ ടേമുകളൊക്കെ വരുന്ന കാര്യത്തിനെയാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. നിങ്ങൾക്ക് തന്ന ചോദ്യത്തിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കണം. അതുകൊണ്ടാണ് ഇത് ഐ എന്ന് പറയുന്ന കാര്യം ആദ്യം വന്നത്. ഐ ഇല്ല, ലോഗരിതമിക് ഫംഗ്ഷനേ ഉള്ളുവെങ്കിൽ നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷനാണ് നോക്കേണ്ടത്. ഐയും എല്ലും ഇല്ല, ഓൾജിബ്ര ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കുക. ഓൾജിബ്രയും ഇല്ല എന്ന് വിചാരിക്കുക, അപ്പോഴാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷനാക്കി മാറ്റുന്നത്. അതും ഇല്ലെങ്കിലാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നതിനെ ഫസ്റ്റ് ഫംഗ്ഷനാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കാനുള്ള ഒരു റൂളാണ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ആശയം നമ്മൾ പറഞ്ഞു വയ്ക്കും. അപ്പോൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക. ഐ എന്താണ്, എൽ എന്താണ്, എ എന്താണ്, ടി എന്താണ്, ഇ എന്താണ്. ഇത് വരുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം ചൂസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു ഫോർമാറ്റാണ്. പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ തന്ന് ഇൻ്റഗ്രൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലാണ് നമ്മളെപ്പോഴും കണക്ട് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. എന്തായാലും ഇനി നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലത്തിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്ന റൂൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഇതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതിലില്ല, ലോഗരിതമിക് ഫംഗ്ഷൻ അതിലില്ല, ഓൾജിബ്ര എന്നതാണ് എക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കാനുള്ള ഒരു റൂൾ മാത്രമാണിത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഏത് ചൂസ് ചെയ്യണമെന്ന് മാത്രമാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഓർഡർ പ്രകാരം ആദ്യം വരുന്നത് എ അഥവാ ഓൾജിബ്ര എന്ന് പറയുന്ന കാര്യമാണ്, അത് എക്സ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താണ്, എങ്ങനെയാണോ കിടക്കുന്നത് ആ കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ്. ഈ ഇൻ്റഗ്രലിൻ്റെ ഡി എക്സ് ആണ് ഇവിടെ, ഈ ഇൻ്റഗ്രലിൻ്റെ ഡി എക്സ് ആണ് ഇവിടെ വരുന്നത്. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ്
ഡെറിവേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല പ്രകാരം മൈനസ് കോസ് എക്സ്, എല്ലാ ഇൻ്റഗ്രേഷനും കംപ്ലീറ്റ് ആയി പ്ലസ് സി. ഇവിടെ 2 മൈനസ് ഉള്ളത് അടുത്ത സ്റ്റെപ്പ് എന്താക്കാം, പ്ലസ് ആക്കി മാറ്റാം. അപ്പോൾ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി, ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സ് എന്ന് പറയുന്ന കാര്യമുണ്ട് ഓൾജിബ്ര. ഓൾജിബ്ര കഴിഞ്ഞിട്ടാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾജിബ്ര എന്ന് പറയുന്ന കാര്യം, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഏത് ഓർഡറിലാണ് കിടക്കുന്നത് അതേ രീതിയിൽ നോക്കുക. ആദ്യം കാണുന്ന ഏതാണോ അത് തന്നെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ് ഇൻറ്റു ഡി എക്സ്. എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇ റേസ് ടു എക്സ്. എല്ലാ ഇൻ്റഗ്രലും കഴിഞ്ഞത് കൊണ്ട് പ്ലസ് സി എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അതേ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഓൾജിബ്രയാണ് നമ്മൾ പറഞ്ഞ റൂളിൽ ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിലെ വ്യത്യാസമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എക്സ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഈ മൈനസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. എല്ലാ ഇൻ്റഗ്രലും കഴിഞ്ഞു, നമ്മൾ പ്ലസ് സി എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുന്നു. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതില്ല, പിന്നെ ലോഗരിതമിക് ഫംഗ്ഷനാണ്, ആ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീറൈറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗ് ഫംഗ്ഷനാക്കി മാറ്റുകയും വേണം. ക്വസ്റ്റ്യനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് അതുപോലെ എഴുതി. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1 ഡി എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേഷൻ ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1 ഡി എക്സ് ആണ്. അതായത് അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ്. എക്സും ഇവിടെ നിന്ന് സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഫസ്റ്റ് ടൈമിന് വ്യത്യാസമൊന്നുമില്ല, അതതുപോലെ തന്നെ വരുന്നു. ഇവിടെ മൈനസ് പിന്നെ ഒരു 1/2 കോൺസ്റ്റൻ്റ് ആണ്, അത് ഞാൻ പുറത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ മൈനസ് 1/2 ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. വീണ്ടും എക്സ് എന്ന് പറയുന്നതിന് പകരം എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞ് ചിന്തിക്കുക. അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടെത്തുക. അതായത് ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി എന്ന് പറഞ്ഞെഴുതാം. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ്.
അപ്പോൾ ഇവിടെ ലോഗരിതമിക് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ log x into x square dx which is equal to first function into integral of second function minus integral of derivative of first function into integral of second function into dx which is equal to log x into x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ബൈ 3, അതായത് എക്സ് റേസ് ടു എൻ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. അതേ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേഷൻ ഓഫ് log x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 dx. ഇവിടെ നിന്ന് ഒരു എക്സും അതുമാതിരി തന്നെ ഇവിടെ നിന്ന് ക്യൂബും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കി 2 ഉണ്ടാവും. വിച്ച് ഇസ് ഈക്വൽ ടു log x ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 1/3 എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് നിർത്തി ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നതാണ് ബാക്കിയുള്ളത്. ആ ഒരു ഇൻ്റഗ്രലും കൂടി നമുക്ക് കണ്ടെത്താനുണ്ട്. log x ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 1/3 ഇൻറ്റു വീണ്ടും എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വരും എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഒന്നുകൂടി ഇതിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ log x ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ക്യൂബ് ബൈ 9 പ്ലസ് സി. അടുത്ത ചോദ്യം, ഫൈൻഡ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോൾ ഓൾജിബ്രയാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതിലാദ്യം കാണുന്നത് തന്നെയാണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് integral of derivative of first function into integral of second function into dx. ഇപ്പോൾ ജസ്റ്റ് ഫോർമാറ്റ് ചെയ്ത് മാത്രമാണ് ചെയ്തത്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഈ മൈനസ് സ്റ്റാർട്ടിങ്ങിലേക്ക് എടുക്കുകയാണ് മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ്. ഈ മൈനസും ഈ മൈനസും കൂടി ചേരുമ്പോൾ പ്ലസ് വരും. 2 കോൺസ്റ്റൻ്റ് ആണ് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എഴുതി. ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വീണ്ടും പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയം വന്നു. അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയം കാണുകയും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ ബൈ പാർട്സ് എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രൽ ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് 2. ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്രയാണ്. അത് കഴിഞ്ഞിട്ടാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സ് തന്നെ എടുത്താൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് derivative of first function into integral of second function into dx which is equal to minus x square cos x plus 2 into x into integral cos x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x മൈനസ് integral of derivation of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് into integral cos x dx എന്ന് പറയുന്നത് sin x dx which is equal to minus x square cos x plus 2x sin x. അതായത് ഞാൻ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. മൈനസ് 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 2 വരും. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്നാണ് അവിടെ പറയുന്നത്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ്. എല്ലാ ഇൻ്റഗ്രലും കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്ലസ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുന്നു. ഒന്നും കൂടി ഇതിനെ മോഡിഫൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് 2x sin x പ്ലസ് 2 cos x പ്ലസ് സി. അടുത്ത ചോദ്യം, ഫൈൻഡ് ഇൻ്റഗ്രൽ log x dx. നമ്മൾ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയം വന്നിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ പറഞ്ഞാലാണ് ഇൻ്റഗ്രൽ ബൈ പാർട്സ് എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയം ഇല്ല.
പക്ഷെ നമുക്ക് ആ ഒരു ആശയം അവിടെ കൊണ്ടുവരാം. എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു 1 ഡി എക്സ് എന്ന് പറഞ്ഞു എഴുതാം. അതായത് ലോഗ് എക്സിനെ എങ്ങനെ ചിന്തിച്ചു? ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു. ശരിക്കും ലോഗ് എക്സിനെ നമുക്ക് രണ്ട് രീതിയിലാണ് എഴുതാൻ പറ്റുക. ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ 1 ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന റൂൾ കൂടി നമ്മളൊന്ന് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലോഗ് ഫങ്ഷൻസ് വരുമ്പോൾ അതിനെ ഫസ്റ്റ് ഫങ്ഷൻ ആക്കണം. അതുകൊണ്ട് തന്നെ ലോഗ് എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് എന്താവശ്യമുള്ളൂ? തൊട്ട് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ ഫോർമാറ്റ് പ്രകാരം ഈ പറയുന്ന കാര്യത്തിനെ കണക്ട് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫങ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, മൈനസ് ഇൻ്റഗ്രൽ ലോഗ് എക്സിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 1/x ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് വരുന്നു, ഇൻറ്റു ഡി എക്സ്. എക്സും എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വീണ്ടും ഇൻ്റഗ്രൽ 1 ഡി എക്സ് ആണ്, അതിന് പകരം എക്സ് എഴുതാം. എല്ലാ ഇൻ്റഗ്രലും കഴിഞ്ഞത് കൊണ്ട് പ്ലസ് സി എന്ന് പറഞ്ഞ കാര്യം കൂടി എഴുതാം. അപ്പോൾ ഫൈനൽ ആൻസർ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇൻ്റഗ്രൽ ബൈ പാർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും കുറേയധികം ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഡയറക്റ്റായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ വരുന്ന എക്സാമിനേഷന് നിങ്ങളുടെ മുൻപിലേക്ക് ഇൻ്റഗ്രൽ ബൈ പാർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം ഇൻ്റഗ്രൽ ബൈ പാർട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും അതിനെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെലക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് നല്ലതുപോലെ ചെയ്ത് പഠിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. നല്ലൊരു മാർക്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പുതിയ ചാപ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.